വയനാട് മക്കിമലയിൽ കോടികൾ ചെലവഴിച്ച് UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള സ്കൂൾ സ്ഥാപിക്കില്ലെന്ന് മന്ത്രി OR കേളു. പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഇത്തരമൊരു കെട്ടിടം നിർമ്മിച്ചത് ദീർഘവീക്ഷണമില്ലാതെയാണെന്നും മന്ത്രി പറഞ്ഞു. കെട്ടിടം നശിക്കുന്നതുമായി ബന്ധപ്പെട്ട് 24 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 24 ഫോളോ അപ്പ്. UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയാണ് 19 കോടി രൂപ ചിലവഴിച്ച് മക്കിമലയിൽ 5 കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന സമുച്ചയത്തിന് നിർമ്മാണം തുടങ്ങിയത്. തിരുനെല്ലി ആശ്രമം സ്കൂൾ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. പദ്ധതി പാതി വഴിയിൽ നിന്നതോടെ കെട്ടിടങ്ങൾ നോക്കുകുത്തിയായി തുടരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം 24 നൽകിയിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി OR കേളു. ദീർഘവീക്ഷണമില്ലാതെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് കെട്ടിടം നിർമ്മിച്ചു എന്നാണ് പ്രധാന ആരോപണം. കരാറുകാരൻ മരിച്ചതും അവകാശികൾ കോടതിയിൽ പോയതുമാണ് തുടർ നടപടികൾക്ക് തടസ്സമായത്. നിർമ്മാണത്തിന് വീണ്ടും ടെൻഡർ നടപടി സ്വീകരിച്ചതായും ആശ്രമം സ്കൂൾ ഇവിടേക്ക് മാറ്റില്ലെന്നും പകരം മറ്റേതെങ്കിലും സ്ഥാപനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അവിടെ എല്ലാ കുട്ടികൾക്കും ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ടോയ്ലറ്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സമരപ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയ ആൾക്കാർ തന്നെ വീണ്ടും സമരമുഖത്തേക്ക് വന്നിട്ടുള്ളത്. ആദ്യം മന്ത്രി തീരുമാനം എടുത്തപ്പോൾ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് മന്ത്രി ഓഫീസിലേക്ക് സമരം ചെയ്തു. അതേ ആൾക്കാർ തന്നെയാണ് അതിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമരം ചെയ്യുന്നത്. അത് സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന കാര്യമാണ്. ആ ഹോസ്റ്റലിൽ ടെമ്പററി ആയിട്ട് 6-7ഓളം ടോയ്ലറ്റ് അവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് ചില നുണപ്രചരണങ്ങൾ നടത്തുന്നത്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ 10 ഏക്കർ സ്ഥലത്താണ് ഈ കെട്ടിട സമുച്ചയം. തിരുനെല്ലി ആശ്രമം സ്കൂൾ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെ തുടർന്ന് ആറളത്തേക്ക് മാറ്റുകയാണ്. തിരുനെല്ലിയിൽ തന്നെ കെട്ടിടം നിർമ്മിച്ച ശേഷം സ്കൂൾ തിരികെ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.